നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന്, പക്ഷിയെ അദ്ദേഹം അന്വേഷിക്കുന്നു. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ പ്രത്യേകതയാണത്. നമ്മൾ നേരത്തെ പറഞ്ഞു. ചെറുപ്പം വലുപ്പമൊന്നുമില്ല. ആരൊക്കെ ഏതൊക്കെ ഡ്യൂട്ടി ഏൽപ്പിച്ചിട്ടുണ്ടോ എല്ലാവരും ശ്രദ്ധിക്കും. ഇന്നാൾ വന്നില്ലല്ലോ എന്നൊന്നും എല്ലാവരും നോക്കും, എല്ലാവരും നോക്കും. അതാണ് ഒരു നിസ്സാരമായൊരു ജീവിയാണ് കൂട്ടത്തിൽ. അവിടെ മനുഷ്യന്മാരുണ്ട്, ജിന്നുവർഗുണ്ട്, എല്ലാവരും ഉണ്ട്. അതിലൊരു പക്ഷികളുടെ കൂട്ടത്തിലൊരു പക്ഷി മാത്രമാണ് ഹുദ്ഹുദ്. പക്ഷെ എവിടെ നോക്കി പരിശോധിച്ചു. അതൊരു നേതൃത്വത്തിന്റെ ഗുണമാണ്. എല്ലാവരെയും പരിശോധിക്കുന്നു, തൻ്റെ കീഴിലുള്ള ആളുകളുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നു. വിശദീകരിക്കുന്നിടത്തൊക്കെ മുഫസ്സിറുകൾ പറയുന്നുണ്ട്, മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, യൂഫ്രട്ടീസിന്റെ തീരത്ത് ഒരു പട്ടിക്കുട്ടി പട്ടിണി കിടന്ന് ചത്തിട്ടുണ്ടെങ്കിൽ ഉമർ കണക്ക് പറയേണ്ടി വരുമെന്നും ഭയന്ന വ്യക്തിത്വമായിരുന്നു ആര്? ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു. രാജ്യത്തൊരു പട്ടി ചത്തുപോയെങ്കിൽ, ഭക്ഷണം കിട്ടാതെ, അതിന് ഞാൻ കണക്ക് പറയേണ്ടി വരുമെന്ന് ബേജാറായി ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. തൻ്റെ കീഴിലുള്ള പ്രജകൾ വിഷമിക്കാൻ പാടില്ല, തൻ്റെ കീഴിലുള്ള ആളുകളുടെ കാര്യത്തെക്കുറിച്ച് അന്വേഷിച്ച് നടന്നൊരു വ്യക്തിത്വം. രാവേറെ ചെന്നാലും അദ്ദേഹത്തിൻ്റെ അന്വേഷണം മതിയാക്കാറില്ല എന്നാണ് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒക്കെ സീറകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. തൻ്റെ രാജ്യത്തുള്ള ജനങ്ങളുടെ ക്ഷേമങ്ങളും ക്ഷാമങ്ങളും അന്വേഷിച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ നടക്കുന്നതാണ്. ഗ്രാമാന്തരങ്ങളിലൂടെ പലപ്പോഴും പലയിടങ്ങളിലൂടെയും അദ്ദേഹം നടക്കും. പ്രജകളുടെ പ്രയാസങ്ങൾ പെടുന്നവരുണ്ടോ, ബുദ്ധിമുട്ടുന്നവരുണ്ടോ എന്നൊക്കെ അന്വേഷിച്ചുകൊണ്ട്. അത്രയും നീതിമാനായ ഒരു ഭരണാധികാരിയായിരുന്നു മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം മാത്രമല്ല, ഖലീഫമാരൊക്കെ, ഖുലഫാഉർ റാഷിദൂൻ, അവരൊക്കെ ഏറ്റവും കൂടുതൽ അവരുടെ കൃത്യമായ ഉത്തരവാദിത്തം അള്ളാഹുവിൻ്റെ കോടതിയെ ഭയപ്പെട്ടുകൊണ്ട്, അല്ലാതെ രാജ്യത്ത് പേരിട്ടാനൊന്നുമല്ല, റബ്ബിൻ്റെ കോടതിയെ ഭയപ്പെട്ടുകൊണ്ട് ഉത്തരവാദിത്ത നിർവഹണത്തിൽ ഏറെ ശ്രദ്ധാലുക്കളായിരുന്നു അവരെല്ലാം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട അടുപ്പമുള്ള അനുചരന്മാരും ശിഷ്യന്മാരുമായിരുന്നു അവരൊക്കെ. അപ്പം ഇവിടെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം വലിയ രാജാവാണ്, വലിയ പദവിയുണ്ട്. പക്ഷേ വലിയ ഒരാള് ചെറിയ ആളെ കാര്യം നോക്കണോ? ആ ആരെയിലൊക്കെ അന്വേഷിച്ചാൽ പോരെ, ആരെങ്കിലൊക്കെ ഏൽപ്പിച്ചാൽ പോരെ? ഒരുപാട് ആളുകളുണ്ടല്ലോ. അതൊന്നുമല്ല, തൻ്റെ ഉത്തരവാദിത്തമാണ്, താൻ തന്നെ ചെയ്യണം എന്ന നിലക്ക് ചെറുപ്പ വലുപ്പ വ്യത്യാസമൊന്നുമില്ലാതെ എല്ലാവരും നോക്കുകയാണ്. കാണാതായപ്പോൾ അന്വേഷിക്കുകയാണ്, എവിടെ പോയി? അല്ലെങ്കിൽ അവിടെ എത്രയോ ആൾക്കാരുണ്ട്, അവിടെ ഒരു ഹുദ്ഹുദിനെ ചോദിക്കണം. അപ്പം അതൊന്നും വിഷയമല്ല, കൃത്യമായി തന്നെ ചോദിക്കണം. പിന്നെ ഹുദ്ഹുദ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, വുഡ്പെക്കർ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന ആ ഒരു പ്രത്യേക തരം പക്ഷിയാണ്. നേരത്തെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നംലത്ത്, ഫഖാലത്ത് നംലത്തുൻ, ആ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞത് ദഹിക്കാത്ത ചില യുക്തിവാദികൾ എന്ന് പറഞ്ഞാൽ ഖുർആനിലുള്ള ചില പദങ്ങളൊന്നും ദഹിക്കാത്ത കുറെ ആളുകളുണ്ട്. അവര് മുഅ്ജിസത്തിനെയൊക്കെ നിഷേധിക്കും. അങ്ങനെയുള്ള കുറെ ആളുകൾ പണ്ടൊക്കെ പല തഫ്സീറുകളും എഴുതി വെച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ അന്ന് നമ്മൾ പറഞ്ഞിരുന്നു, നംലത്തിന് അവർ നൽകുന്ന അർത്ഥം ഉറുമ്പ് എന്നല്ല. പിന്നെ എന്താന്നാ പറഞ്ഞത്? നംലത്ത് ഗോത്രക്കാരിയായ ആ ട്രൈബിൽപ്പെട്ട ഒരു പെണ്ണിന്റെ പേരായിരുന്നു അത്. അവൾ വിളിച്ചു പറഞ്ഞു എന്നാണ് അവരതിന് അർത്ഥം വെച്ചത്. കാരണം ഉറുമ്പ് സംസാരിച്ചു എന്നുള്ളതും ഉറുമ്പ് സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിനെ തിരിച്ചറിഞ്ഞു എന്നുള്ളതും സുലൈമാൻ നബി അലൈഹി ഇസ്ലാം ഉറുമ്പിന്റെ സംസാരം കേട്ടു എന്നുള്ളതും ഒക്കെ ഉൾക്കൊള്ളാൻ അവരുടെ കൊച്ചു ബുദ്ധിക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് അവർക്ക് ഇനി എന്തേ നിവൃത്തിയുള്ളൂ? അതിൻ്റെ അർത്ഥം മറ്റൊന്നാണ്, വ്യാഖ്യാനം വേറൊന്നാണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? ദുർവ്യാഖ്യാനിക്കുക. അങ്ങനെ ദുർവ്യാഖ്യാനിച്ചവരുണ്ട്. അത് ശരിയല്ല. യഥാർത്ഥത്തിലുള്ള ഉറുമ്പ് തന്നെയാണ് എന്ത് ചെയ്തത്? സംസാരിച്ചത്. അത് തന്നെയാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം കേട്ടതും പ്രതികരിച്ചതും പ്രാർത്ഥിച്ചതുമൊക്കെ. ആ വിഭാഗം ആളുകൾക്ക് എന്തായിരുന്നാലും ഇതും ഉൾക്കൊള്ളാനാവില്ലല്ലോ. ഏത്? ഹുദ്ഹുദ് എന്ന് പറയുന്ന വുഡ്പെക്കർ, ഈ മരക്കൊത്തി പക്ഷി സംസാരിച്ചു എന്ന് പറയുന്നത് ഉൾക്കൊള്ളാനാവില്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ അവര് ഇവിടെയും അർത്ഥത്തിന് വ്യാഖ്യാനം മാറ്റിമറിച്ചു. അവര് പറഞ്ഞത് ഇത് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പട്ടാളത്തിലുണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥന്റെ പേരായിരുന്നു ഹുദ്ഹുദ്. ഒരു മനുഷ്യനായിരുന്നു, ഒരു പട്ടാളക്കാരനായിരുന്നു. അയാളെക്കുറിച്ചാണ് അന്വേഷണം എവിടെ പോയി എന്നൊക്കെ പറഞ്ഞത്. അപ്പോ അത് പക്ഷിയല്ല. കാരണം പക്ഷിയുടെ സംസാരം അത് കേൾക്കുക, പക്ഷി മറുപടി പറയാ, പക്ഷിയെ എങ്ങനെ അയക്കുക, അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലല്ലോ ബുദ്ധിക്ക്. അപ്പം അതുകൊണ്ട് അവരതിനെയും തള്ളിക്കളഞ്ഞിട്ടുണ്ട്. നിവൃത്തിയൊന്നുമില്ല.
അള്ളാഹു അത്തരത്തിലുള്ള പുത്തൻ ചിന്താഗതിയൊന്നും നമ്മുടെയൊന്നും കൽബുകളിലേക്ക് കടന്നുകൂടാതെ റബ്ബിൻ്റെ കാവലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. കാരണം ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട് വന്നിട്ടുള്ള വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പറഞ്ഞിട്ടുള്ള ഒരു മുഅ്സത്തുകളെയും അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ഒരാൾക്കും നിഷേധിക്കാൻ പാടില്ല. അതുകൊണ്ട് ഇതും വിളിച്ചു പറഞ്ഞത് ഇതൊരു പക്ഷിയുടെ കാര്യം തന്നെയാണ്. ആ പട്ടാളത്തിൽ അവരൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് തൊട്ടപ്പുറത്ത് പറഞ്ഞതല്ലേ, പിന്നെന്താ ഇത് ഉൾക്കൊള്ളാൻ പ്രയാസം? വഹുശറ ലിസുലൈമാന ജുനൂദുഹു മിനൽ ജിന്നി വൽ ഇൻസി വത്വൈരി എന്ന് പറഞ്ഞില്ലേ, വത്വൈരി എന്നവിടെ പറഞ്ഞില്ലേ, ഫഹും യൂസഊൻ. അതുകൊണ്ട് തന്നെ ഇത് അംഗീകരിക്കാൻ കഴിയാത്ത ആളുകൾ ഇതിനെ നിഷേധിക്കുന്നുണ്ട് എന്ന് സാന്ദർഭികമായിട്ട് പറഞ്ഞതാണ്.